സ്വർഗീയ ആരാധനയ്ക്കായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ വിശുദ്ധ ദൈവമാതാവിൻ്റെ വചനപ്പ് ശുശ്രൂഷയിൽ വചനപ്പ് പെരുന്നാളിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള നോമ്പിൻ്റെ ഒരുക്കത്തിൽ നമുക്കെയും ഹൃദയത്തെ താഴ്ത്തി നമ്മുടെ പാവങ്ങളെയും കുറവുകളെയും കുറ്റങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇന്ന് വായിച്ചതായ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് ഏവങ്കേലിയസ് എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയാണ്. കർത്താവിൻ്റെ മാതാവും സഹോദരങ്ങളും കർത്താവിനെ കാണുവാൻ ആളയച്ചു. കർത്താവിൻ്റെ അടുത്തേക്ക് കർത്താവിൻ്റെ ചുറ്റും ഒരു വലിയ ജനക്കൂട്ടം ഇരുന്ന് വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വചനം പഠിപ്പിക്കുന്നതിന് ഇടയ്ക്ക് സഹോദരങ്ങൾക്കും മാതാവിനും കർത്താവിനെ കാണണം. പലപ്പോഴും നമുക്ക് ഒത്തിരിയേറെ സംശയങ്ങളും എന്താണിങ്ങനെയെന്ന് ചോദിക്കുന്ന ആ ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന 2 വിഷയങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട്. ഒന്നാമത്തേത് ഇതാണ്, ഈ ഭാഗമാണ്. ഇത് എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ട്, യോഹന്നാൻ ഒഴിച്ച്. അതേസമയത്ത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണുന്നതായ ഒരു കാര്യം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഈ സഹോദരങ്ങളൊക്കെ ഉണ്ടായിട്ടും കർത്താവ് തൻ്റെ മാതാവിൻ്റെ ചുമതല തൻ്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിക്കുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ടാണത് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്കെപ്പോഴും ഒരു വലിയ സംശയമുണ്ടാക്കുന്ന വലിയ ചോദ്യം ഉന്നയിക്കുന്ന കർത്താവ് എന്തേ ഇങ്ങനെ ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം, പ്രത്യേകിച്ച് ആ ചോദ്യത്തിന് ഒരു കാരണമുണ്ട്. കർത്താവ് കന്യകയുടെ ഉദരത്തിൽ വന്ന് വസിക്കുന്നത് മുതൽ അവസാനം പോകുന്നത് വരെ മനുഷ്യനെ ഇപ്രകാരം ജീവിക്കണമെന്ന് പഠിപ്പിച്ചയാൾ. ക്രൂശിൽ അതിവേദന എടുക്കുമ്പോഴും തൻ്റെ മാതാവിനെ 9 മാസം ചുമന്ന തൻ്റെ മാതാവിനെ ഒരു സുശക്തമായ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാർ പലർക്കും ഒരു ഒഴിവുചണ്ടിയോ ഏതാണ്ട് പോലെയൊക്കെയാണ്. നമ്മുടെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി അവരെ പലയിടത്തും കൊണ്ടാക്കുക സന്തോഷത്തോടും സ്നേഹത്തോടുമാണ്. ഇവിടെ ആകുമ്പം അമ്മയ്ക്കും അപ്പനും ഒക്കെ സുഖമാണ്. പക്ഷേ കർത്താവ് അവസാനം ചെയ്തതും സുശക്തമായ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. പലരും അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ നമുക്ക് വലിയ വേദനയാണ്. ഇങ്ങനെ കർത്താവ് മാതാവിനോടും സഹോദരങ്ങളോടും പറഞ്ഞു, ആരാണ് എൻ്റെ സഹോദരൻ, ആരാണ് എൻ്റെ മാതാവ് എന്ന് പറഞ്ഞു. അത് ശരിയാണോ? കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ കുരിശിന് ചുവട്ടിൽ കിടക്കുന്ന യോഹന്നാനെ ഏൽപ്പിക്കുകയാണ് അമ്മ. സഹോദരങ്ങളില്ലേ, ചർച്ചക്കാരില്ലേ? അതിന് കാരണം എന്താണെന്നറിയാമോ? 2-3 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാവും. ഒന്ന്, വിശുദ്ധ യോഹന്നാൻ 7:5 അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. 2, വിശുദ്ധ മാർക്കോസ് 3:21 അവൻ്റെ കുടുംബക്കാർ അത് കേട്ടവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞു. അവനെ പിടിപ്പാൻ മറ്റുള്ളവരോടൊപ്പം വന്നു. 3, വിശുദ്ധ മത്തായി പറയുന്നു, യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ നഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടിക്കാണും. എന്തായിരുന്നു ചാർച്ചക്കാരെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അമ്മയിലുണ്ടായ മക്കളല്ലെന്നുള്ളതിൻ്റെ തെളിവാണ് അത്. ചാർച്ചക്കാരെന്ന് പ്രത്യേകിച്ച് ശ്ലീഹ എടുത്തു പറയുന്നു. ചാർച്ചക്കാർക്ക് അവനിൽ വിശ്വാസമില്ലായിരുന്നു. അവന് ബുദ്ധിഭ്രമമുണ്ടെന്ന് പറഞ്ഞു. അവനിൽ വേൽസബൂലുണ്ടെന്ന് പറഞ്ഞു. ശത്രുക്കളായ യഹൂദ വേദ പണ്ഡിതന്മാരോടൊപ്പം ചേർന്ന് കർത്താവിനെ ദണ്ഡിപ്പിച്ചവരാണവർ. അല്ലാത്ത നമ്മൾ വായിക്കുന്ന തുബദീനകത്തുണ്ടല്ലോ, യെരൂശലേമിലെ 1-ാമത്തെ പാത്രികേസും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ
യാക്കോബും ഉണ്ടായിരുന്നു ആ ചാർച്ചക്കാരിൽ. ഇവരെല്ലാവരും കൂടെ ആ പാവം പെങ്കൊച്ചിനെ ഒരു അഗ്നികുണ്ഡത്തിൻ്റെ നടുവിൽ നിർത്തി വേദനിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു അന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പോഴാണെങ്കിൽ സംഭവിക്കുമോ? സമൂഹത്തിലെല്ലാവരും കൊള്ളാത്തവനാണ്, അവന് ബുദ്ധിപരമുണ്ട്, അവന് പിശാചുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും പറ. അവിടെയാണ് കർത്താവിൻ്റെ ഈ ചോദ്യത്തിൻ്റെയും ഈ ഉത്തരത്തിൻ്റെയും ഈ ഫലമേൽപ്പിക്കുന്നതിൻ്റെയും രഹസ്യം കിടക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അഗ്നികുണ്ഡത്തിൻ്റെ നടുവിൽ നിന്ന് ഒറ്റക്കാലയിൽ തപസ് അനുഷ്ഠിക്കുന്നവർ പണ്ടുണ്ടായിരുന്നുവെന്ന്. അതൊക്കെ അങ്ങനെ പറയുന്നുള്ളൂ എന്ന് ഒരു വിദഗ്ധനായ ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളത് കേട്ടിട്ടുണ്ട്, അഗ്നികുണ്ഡത്തിന് ചുറ്റും തീ കത്തിച്ചിട്ട് ഒറ്റക്കാലയിൽ നിന്ന് തപസ്. അമ്മയുടെ അവസ്ഥ അതായിരുന്നു. ഒരു വശത്തൂടെ പറഞ്ഞു കൊടുക്കേണ്ട മതപണ്ഡിതനും എന്നെപ്പോലെയൊക്കെയുള്ള മതപണ്ഡിതന്മാർ അത് പറഞ്ഞു കൊടുക്കാതെ, അറിയാമായിട്ടും വേദവചനം ശരിക്കറിയാവുന്നവർ പറഞ്ഞു കൊടുക്കാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്തിനാ തെറ്റിദ്ധരിപ്പിച്ചത്? അവർക്ക് പല കാര്യസാധ്യങ്ങളുമുണ്ട്. ഇവനങ്ങ് പ്രമാണിയായി പോയാൽ തങ്ങളുടെ പല കാര്യങ്ങളും സാധിക്കുകയില്ല. ആ തെറ്റിദ്ധരിപ്പിക്കലിന് ഇന്നും നമ്മുടെ ഇടയിൽ കുറവൊന്നും അല്ലല്ലോ, ആണോ? ക്രൂശിക്കുന്നതിന് നമ്മളിൽ പലരും മിടുക്കരല്ലേ? നിങ്ങൾക്കും അനുഭവം കാണുമായിരിക്കുമല്ലോ. വീടിലായാലും സമൂഹത്തിലായാലും ചുറ്റും നിന്ന് അവഹേളിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യേ തീ തിന്ന് ജീവിക്കുക എന്ന് നാട്ടുഭാഷയിൽ പറയും. തീ തിന്ന് ജീവിക്കുന്ന ഒരമ്മയായിരുന്നു അത്. ഇത് ഞാനും നിങ്ങൾ പറയണം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ആരാണ് എൻ്റെ മാതാവ്, ആരാണ് എൻ്റെ സഹോദരന്മാർ? ദൈവേച്ഛയെ ആചരിക്കുന്നവൻ ആരോ അവനാവുന്നു എൻ്റെ മാതാവും എൻ്റെ സഹോദരന്മാരും. അതിനകത്ത് അമ്മ ഇത് അനുഷ്ഠിച്ചെന്നല്ല. അമ്മയെ 14-ാം വയസ്സിൽ വിളിക്കുന്ന കാലം തൊട്ട് പൂർണ്ണമായി സമർപ്പിച്ചു. അതുപോലെ സമർപ്പിച്ച ഒരു വ്യക്തിയെ വചനത്തിൽ കിട്ടുകയില്ല. അതുപോലെ സമർപ്പിച്ച, ദൈവത്തിൻ്റെ തിരികെ ഇഷ്ടം അനുഷ്ഠിച്ച. പക്ഷേ ഇവിടെ വന്നിരുന്ന ചാർച്ചക്കാരുടെ ഉദ്ദേശം കർത്താവിനെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറക്കണം. കാണാൻ വന്നത് വലിയ കാര്യം സാധിക്കാനല്ല, അല്ലെങ്കിൽ പേര് വല്ലതും സമ്പാദിക്കാനായിരിക്കും. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന, ഇത്രയും പേരെ പഠിപ്പിക്കുന്ന ഈ മഹാഗുരുവിൻ്റെ ചാർച്ചക്കാരാണ് ഞങ്ങളെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കും. അതല്ലാതെ വേറൊന്നും ആയിരിക്കില്ല. അല്ലാതെ അമ്മയ്ക്ക് പുണ്യമുണ്ടാക്കി കൊടുക്കാനോ കർത്താവിന് പുണ്യമുണ്ടാക്കി കൊടുക്കാനോ വന്നവരല്ലവർ. ഇത് എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. നമുക്ക് കഷ്ടപ്പാടുണ്ടെന്ന് ചിന്തിച്ചാൽ പോരാ. എൻ്റെയും നിങ്ങളുടെയും വാക്കുകളും പ്രവർത്തികളും നിമിത്തം ഈ അമ്മയ്ക്കുണ്ടായതുപോലെയുള്ള വേദന നിങ്ങൾക്ക് ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ, നിങ്ങളുടെ കാര്യസാധ്യത്തിനായി നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അമ്മയുടെ മധ്യസ്ഥത കിട്ടൂല, ഉറപ്പാ. വേറൊരു ആരെയും നിങ്ങൾ നോക്കണ്ട. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ പലരെയും കാണും. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും തിരിഞ്ഞ് ചിന്തിക്കുക. കർത്താവിനാൽ അനുഗ്രഹീതരെ, അമ്മയുടെ ഈ ഓർമ്മയെ കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ അമ്മയെക്കുറിച്ചൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവുകയും നമ്മുടെ ജീവിതം ക്രമമായും ചിട്ടമായിരിക്കാൻ. ഇപ്പം വാട്സപ്പൊക്കെ നമുക്ക് നല്ല ചില വാട്സപ്പ് മാനേജർമാരൊക്കെ കുത്തിയിരുന്ന് എഴുതുകയല്ലേ. അവർക്ക് ആരെക്കുറിച്ചും പറയാം, എന്തിനെക്കുറിച്ചും പറയാം. പക്ഷേ അമ്മ നിന്നെ കാണുന്നു, കർത്താവ് നിന്നെ കാണുന്നു എന്നുള്ള ബോധ്യം നിന്റെ മനസ്സിലില്ലെങ്കിൽ നിന്നെയും, ഞാനങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്നെയും ദൈവം തമ്പുരാൻ പിടിച്ചിരിക്കും. ദൈവം തമ്പുരാൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ, ദൈവത്തിൻ്റെ നല്ല മക്കളായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.